ഇതെന്താ ഞാൻ എവിടെ ഉള്ളത്? ഇതെന്താ ഇതെന്താ ആയത്? ഹലോ ഷെയ്ഖേ ഉസ്മാനെ. ആ എടാ നമ്മളെല്ലാരും കൂടി ഊമ്പിക്കാൻ തോന്നണ എന്താ പോലീസാടെ? എടാ ഞാൻ പോയതല്ല, എന്റെ PC ഓഫ് ആയതാ. ഞാൻ ഒന്ന് പറയട്ടെ, ഒരു മിനിറ്റ്. അവരെവിടെയാ? സാറെവിടെ? സാറേ 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 ഒന്ന് വരുവോ? ഒന്ന് വരുവോ? സാറേ കുറ്റിക്കാട്ടി കൊണ്ടുപോയല്ല സാറേ. ആ അതായത് എന്റെ PC ഓഫ് ആയതായിരുന്നു പെട്ടെന്ന്. ഞാൻ സാറിനെ ഡിസ്റെസ്പെക്ട് ചെയ്തതല്ല കേട്ടാ. ഓക്കെ അപ്പൊ ഇത് അതാണ് എന്റെ പേടി. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. സാറ് തമാശല്ല പറയോ? സാറ് സീരിയസ് അല്ലേ? അപ്പൊ എന്നാ നമുക്ക് പെണ്ണുപിടിക്കാൻ പോവാ. കൊണ്ടോട്ടെ സാറ് അല്ല തമാശ. ഉസ്മാനെ നീ അടങ്ങ കേട്ടോ. ഉസ്മാനെ നീ അടങ്ങ. നിന്റെ പ്രഷർ ഇതാക്കല്ല ഉസ്മാനെ. നീ സീനാക്കല്ല. ഒന്ന് വെയിറ്റ്. ഞാൻ സാറിനോട് പറഞ്ഞ് സെറ്റ് ചെയ്യാം. സാറേ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ സാറും ക്ഷമിക്കണം. ഓക്കെ എന്നാ പിന്നെ സാറേ ഞാൻ പറയട്ടെ. ഓ അപ്പൊ പ്രശ്നമൊന്നുമില്ല നമ്മളെ തമ്മില്. എടാ കള്ള വാ എന്നാ നമുക്ക് ആ കുറ്റിക്കാട്ടി പോവാ. ഞാൻ കാണിച്ചു തരാം. വാ ഓക്കെ സോറി. എടാ ഉസ്മാൻ കുണ്ട നീ അവിടുന്ന് മാറിയേക്ക്. അപ്പൊ സാറേ ഏത് ഉസ്മാൻ എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. താര ഒരു മിനിറ്റ് താര എവിടെ പോന്ന്? ആ പോയാലോ നമുക്ക്. ഒരു മിനിറ്റ് ഞാൻ ഈ കൊലക്കേസ് ഒന്ന് തീർക്കട്ടെ. ആ സാറേ അപ്പൊ എന്താന്ന് നമ്മള് ചെയ്യുന്നത് പെട്ടെന്ന് തീരുമാനമാക്കാം. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. 10 വർഷമാണ് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം 1 വർഷത്തിന് 1000 വെച്ച് 10,000 പോക്കറ്റിലോട്ട് ഇട്ടോ. കേസ് ഞാൻ തീർത്തു തരും. ഓക്കെ പൈസ ഞാൻ തരാം. പക്ഷെ ഇനി ഞാൻ ഇതേപോലെ എന്താ പെണ്ണ് കേസാ പരിപാടി ആയിട്ട് വന്ന സാറ് തന്നെ എന്നെ ഇന്ന് ഊരി തരണം. സാറ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പൈസ തരേണ്ട കാര്യമുണ്ടാ? ഞാൻ ID അല്ല സാറേ. അനക്ക് ID സർട്ടിഫിക്കറ്റ് ഇല്ലേ? അറിയാവോ? ID ആയതുകൊണ്ടാണ് ഞാൻ 10,000. അതെ ID മാത്രല്ല ഞാൻ മെന്റലി റിട്ടാർഡ് ആണ്. അതെ സാറേ എവിടെ കൊടുക്ക്. ഏത് സാറായാലും ശരി. ഏത് സാറ് ഏത് മറ്റടുത്ത സാറ് എന്റെ ചക്കര തൊട്ടാ പിന്നെ അന്റെ ചക്കര അടിച്ചതാ. എന്റെ ചക്കര അടിച്ചിട്ട് പോകുന്നു. പിന്നെ ഏത് സാറായാലും എന്ത്? അതാ തോക്കെടുത്ത് യാ റബ്ബുല്ലാലും തമ്പുരാണ്. ഉസ്മാനെ ഞാൻ പിന്നെ വരാം. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. വാ താര വാ നമുക്ക് പോവാം. ഓ മരിച്ചോട്ടെ വാ താര കമോൺ. ആ ആരെ? പോലീസുകാരന്റെ പേരിലോ? പോലീസുകാരന്റെ പേരിലോ? ഉസ്മാന്റെ പേരിലോ? ഓക്കെ ഇവൻ കുണ്ടറല്ലേ? ഇവനെങ്ങനെ പെണ്ണ് കേസ് വരും? നിനക്ക് കുറച്ച് ഇത് പറഞ്ഞുതരാം. നീ പോണേന് ഓൾറെഡി പോണേന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താന്ന്? അതെല്ലാം എനിക്കറിയാം ഇവനെ. ഞാൻ എല്ലാം കാണലുണ്ട്. അതെല്ലാം അറിയാം ഉസ്മാനെ. നീ ഉദ്ദേശിച്ചതൊക്കെ അറിയാം. ഇതെന്താ കുറ്റിക്കാട്ടിൽ എന്നെ കൊണ്ടുപോയിന്? എടാ നാരേ കുറ്റിക്കാട് വേണ്ട. അനക്ക് നിന്നെ പേടിയാ. നീ കുണ്ടനെ അടിച്ചു കളി. എടാ ഓരോരുത്തർ ഇങ്ങനെ ഒരു ഈ നക്കാൻ പറയും. ഈയോ? ഓക്കെ ഇപ്പൊ പണി പാടില്ല. ഇതെന്താ സംഭവം? ഞാൻ എന്താ ചെയ്യുന്നിപ്പോ? ഇതെന്താ ഞാൻ എന്താ ഇങ്ങനെ? ഇതെന്താ ഞാൻ നിനക്ക് കുഞ്ഞായിരുന്നാ? ഇതെന്താടാ നാറി നീ ചെയ്തത് തന്നെ? അന്നെ ഇന്ന് മാറ്റിത്താ. ഈ അവസ്ഥ തന്നെ മാറ്റിത്താ. ഇതെല്ലാം വരും. എടാ
എടാ ഉസ്മാനെ, ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാ കണ്ടത്. നീ കുറ്റിക്കാട്ടിൽ വെച്ച് എന്റെ കുണ്ടനടിക്കുന്ന നാറി. താരമോളെ താരമോളെ താരാ, ഇതാര് താരാ? നമുക്ക് പോയാലോ എന്നാല് കള്ളി? ഓക്കെ, ഏത് വണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്? ആ വണ്ടി എടുക്കും. ഫസ്റ്റ് താര എവിടെ പോകും? നമ്മള് ബീച്ചിൽ പോയാലോ ഫസ്റ്റ്? ഓക്കെ ബീച്ചിൽ പോവാം. നമുക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ആ, ബീച്ച് ബാത്ത് ചെയ്യാറുണ്ടോ താര? പോർഷെ റെഡി ആയിട്ടുണ്ട്. വാ താര പോവാം. പക്ഷെ ഞങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ല, നീ ഓടിക്കണം. ഓക്കെ, ഇതാരാണ്? ഇറങ്ങണം നാറി. ഓക്കെ ഇതെങ്ങനെ ഓടിക്കൽ? എങ്ങനെയാന്ന് ഇവനെ ഷെയ്ക്കാൻ? ഇതെങ്ങനെ വണ്ടി ഓടിക്കല്? ആ ഓക്കെ താര, എടാ അന്നൊരു ഗേള് അന്ന ഡേറ്റിന് കൊണ്ട് പോന്നടാ. ആ വരാം. ഓക്കെ ഏതാ ആ പോലീസിന്റെ എന്താ ചെയ്യുന്നത്? അത് ശരിക്കും ഇഷ്യൂ ആണോ? പ്രശ്നമാണോ? മാക്സിമം ഞാൻ മുതലാക്കൂ. അഥവാ വേറെ ആരും വിളിക്കണ്ട, വേറെ ആരും കൊണ്ടുപോകണ്ട, നീയും അവളും മാത്രം കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ആ അതന്നെയാണ് എന്റെ പ്ലാന്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസ് 15 മിനിറ്റില് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഓള് തെറ്റി പോരുന്ന സിറ്റുവേഷൻ ഉണ്ടായ തലക്ക് മാക്കാച്ചി കുത്തി ഞാൻ കുത്തി. ഇല്ല അതെന്തായാലും സംഭവിക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മറ്റേ ഈ പോലീസുകാരൻ എന്താന്ന് ശരിക്കുള്ള ഇഷ്യൂ ആണോ? എന്താ ഇത് പ്രശ്നം? ഓ എന്നെ ജയിലിലിടുവോ? അതൊക്കെ സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന ഇഷ്യമുള്ളൂ. പക്ഷെ ഈ പെണ്ണിന്റെ കേസ് നീ തന്നെ, നിന്റെ കയ്യിലാണ് മോനെ. 6ാം പറപ്പ് കാണിച്ചാ ടിക്കറ്റ് വലിക്കും. ഇല്ല എന്നാ പിന്നെ ഞാൻ പോട്ടെ. രീതിക്ക് നീ നല്ല രീതിയിൽ നീ ഒറ്റക്ക് പോയി എൻജോയ് ചെയ്തു. ഓക്കെ നേരത്തെ ഷെയ്ക്ക് മറ്റേ ഉസ്മാൻ എന്തോ ഒരു പൊസിഷൻ പറഞ്ഞില്ല, ആ പൊസിഷൻ എന്താ? ആ സാധനം അവളൊപ്പം പോയിടല്ലേ പുണ്ടേ. കറക്റ്റ് കൺഫേം ആക്കി. ഓക്കെ എന്നാ വേണ്ട. ഞാൻ പോന്നു സാറേ, ഞാൻ പോയിട്ട് ഇതാക്കിട്ട് വരാം. ഞാൻ പോയെന്ന്. ഇതാരോ നട ഉസ്മാനെ നാറി, നീ എന്താ പെണ്ണിന്റെ പേര് ഇറങ്ങടാ കള്ള നായിന്റെ മോനെ. വണ്ടി എടുക്ക്. ബോണറ്റ് അടിച്ചോ താര? ഓക്കെ എന്നാ വണ്ടി എടുത്തോ കള്ളി. ഓക്കെ ആ കുഴപ്പമില്ല, ഉസ്മാൻ മരിച്ചോട്ടെ, അതിനെന്താ? ആ പോവാം. നീ ഭയങ്കര റൈഡർ ഗേളാന്ന് തോന്നുന്നു. റൈഡർ ഗേൾ. ഇതെന്താ പാട്ട്? പാട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല. ഇല്ല അത് കുഴപ്പമില്ല. ഐ വിൽ മാനേജ്. എടാ അങ്ങനെ നമുക്കൊരു പെണ്ണിനെ കിട്ടി. ചെറായി ബീച്ച് ഉണ്ടാ? അല്ല ഏത് ബീച്ചാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള ബീച്ച്. നിനക്ക് ഇഷ്ടമുള്ള ബീച്ച് ഏതാ? അടുത്തേക്ക് നമുക്ക് പോവാം. ആ മുതുക്കി പോവാം. അല്ല മുതുക്കിൽ ആളുണ്ടാവോ? നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയ ബീച്ച് ഏതാ? അതായത് ഞാനും നീയും ബീച്ചും കടലും ആകാശവും മാത്രം, വേറെ ഒന്നും ഉണ്ടാകാൻ പറ്റൂല. ആ കുഴപ്പമില്ല ഞാൻ എവിടത്തേക്കായാലും ഞാൻ വരും. പിന്നെ ഞാൻ പറയട്ടെ, ഷെയ്ക്ക് എന്തായിരുന്നു നേരത്തെ നിന്നോട് പറഞ്ഞത്? നീ എന്താ വണ്ടി എടുക്കാത്ത കള്ളി? ഞാൻ കള്ളിന്ന് വിളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഞാൻ സ്നേഹം കൂടുമ്പോ ഓക്കെ. അപ്പൊ നേരത്തെ ഷെയ്ക്ക് എന്താ പറഞ്ഞത് കള്ളീനോട്? അപ്പൊ എങ്ങനെ? അല്ല അപ്പൊ അന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എന്റെ കൂടെ വന്നതാ? ആ ഫ്രണ്ട്സ് തന്നെ, നമ്മള് ഫ്രണ്ട്സ്. എടാ ഞാൻ പറയട്ടെ, ഇത് ഫ്രണ്ട്സ് ആകാണ്ട് വളക്കാൻ പറ്റൂല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ? എനിക്ക് പ്രോപ്പർ മലയാളം അറിയില്ല. ഓ അത് കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. അതൊന്നും കുഴപ്പമില്ല. എത്ര കാലം ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കണ്ടേന്ന്, അല്ല ഒരുമിച്ച് ഉണ്ടാവണ്ടേന്ന് ഇതില് ഗെയിമില്. തമാശ ഇഷ്ടാണോ കള്ളിക്ക്? തമാശ ഇഷ്ടമാണ്, പക്ഷെ കൂടിപ്പോയാലേ പ്രശ്നമാണ്. ആണോ? ഞാൻ മീഡിയം ലെവലാ. അപ്പൊ ആദ്യം നമുക്ക് ബീച്ചിൽ പോവാ. പിന്നെ മാളുണ്ടോ ഇവിടെ? മാള് അന്റെ കയ്യില് കൊറേ പൈസ ഉണ്ട്, അത് ഞാൻ തരട്ടെ? ഞാൻ തരൂ.
ലൈസൻസിന്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ലോയലാണ് ഇവള്, ലോയലാന്ന് കേട്ടാ. പുതിയതാണോ? ഇന്നാണ് വന്നത്? ഞാൻ ആകെ 2 ദിവസമേ ആയിട്ടുള്ളൂ ഇതിൽ വന്നിട്ട്. കാര്യങ്ങളെല്ലാം പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ മെയിൻ ഹോബീസ് എന്തെല്ലാം? ഞാനൊരു ഫാമിലി മെമ്പറാണ്, ഗാങ് മെമ്പറാണ്. ഏത് ഗാങ്ങിലാ? CID. അപ്പൊ നീ പോലീസാ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വേണേ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം തരാട്ടാ. അനക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പൊ ഇതില് ജോലി എന്താ ചെയ്യുന്നുണ്ടാ? ജോലിയോ? ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റൽ ജോബ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. വേണ്ട, നീ അങ്ങനത്തെ ജോലിക്കൊന്നും പോണ്ട, ഞാൻ പോറ്റിക്കോളാം. ഇല്ല, എനിക്ക് ഇൻഡിപെൻഡൻസ് ഇഷ്ടമാണ്. ആണോ? ഓക്കെ. എന്റെ സങ്കല്പത്തിലുള്ള പോലത്തെ ഒരു ഇതെനിക്ക് തോന്നുന്നു. അപ്പോ ആണോ? ഓക്കെ. എവിടെ? കുഴപ്പമില്ല, വീണ് മരിച്ചാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഇതാന്ന് തോന്നുന്നല്ലേ? ജീവിക്കണ്ടേ? പിന്നെ വേണ്ട, എന്നാ വേണ്ട, ജീവിക്കാം. ഇപ്പൊ ജീവിക്കാനുള്ള എന്തോ ഒരു ആഗ്രഹം തോന്നി തുടങ്ങി. അതെന്താ അറിയാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള കൊതി കൂടും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള കൊതി കൂടും. അപ്പോ താരക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താ? ബ്ലാക്കോ? അനക്ക് മഞ്ഞ, പിന്നെ പിസ്ത പച്ചയും. മഞ്ഞ മീൻസ് യെല്ലോ, പിന്നെ പിസ്ത പച്ച. അതെ പിസ്ത ഗ്രീൻ. അതുകൊണ്ടാണ് ഈ മഞ്ഞക്കാരൻ. അല്ലല്ല, ഇത് എന്റെ കാറല്ല, ഇതെന്റെ കാറാണ്. ഇതെന്റെ കാറാ. അനക്കൊരു 20 60 കാറുണ്ട്. 60. ഷെയ്ക്കിന് ഞാൻ വാടക കൊടുത്തതാ. അനക്കൊരു 10-50 കാറ്, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ സ്വത്ത്, പിന്നെ 200 ഫ്ലാറ്റ്, ഇതെല്ലാം ഉണ്ട് അനക്ക്. അല്ല, ഇവിടെ പുതിയതല്ലേ, ഇതെല്ലാം 2 ദിവസത്തിന് ഉണ്ടാക്കാൻ പറ്റിയോ? പറ്റി. അതാണ് എന്റെ കഴിവ്. ഞാൻ അത്രയും ഇതാണ് ബുദ്ധിയുള്ളതെന്ന്. അനക്ക് കഴിവ് കൂടുതലാണല്ലോ. ഞാൻ ഒരു കൈവേറിയാണ്. എന്റെ ഇതെന്ന് പറഞ്ഞ ജീവിതം, ഞാൻ എന്റെ ജീവിതം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, മൊത്തത്തിലുള്ള ഇവിടെ വന്നിട്ടുള്ള ഇത്. നീ എത്ര വർഷമായി ഇവിടെ? അങ്ങനെ ഇരിക്കല്? ഓക്കെ. ഇരിക്കാൻ പറ്റുന്നില്ല കള്ളി, എന്തോ സ്റ്റക്കായി. ഞാനൊരു പാട്ട് പാടി തരട്ടെ? ആദ്യം എന്റെ ജീവിതം അത് പറയാ, എന്നിട്ട് ഞാൻ ഒരു പാട്ട് പാടിത്തരാം. അല്ലെങ്കിൽ ആദ്യം പാട്ട് പാടിത്തരാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് താരേ താരേ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ് താരേ താരേ. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ എങ്ങനെ ഇരിക്കല്ലേ നമ്മള്? ഐ അമർത്തി, പക്ഷെ ആകുന്നില്ല. അപ്പൊ ജയ അമർത്താം. ഇരുന്ന്. അല്ല, അങ്ങനെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, അത്തത് വേദിച്ചോട്ട്. പിന്നെ
എൻ്റെ ജീവിതം അതാ പറയട്ടെ. ഞാൻ ഇവിടെ 3 ദിവസം ഞാൻ വന്നിട്ടുള്ളൂ, പക്ഷെ എൻ്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. ആ, അതായത് ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു ഡ്രീം എന്താന്ന് വെച്ചാൽ ഒരു ലോയലും എന്നെ അറിയുന്നതും എൻ്റെ കൂടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരു പെണ്ണ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓരോ പെമ്പിളടുത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് ഞാൻ പെട്ടെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയും. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ എല്ലാവർക്കും എന്തോ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ഒരു അഭിപ്രായമല്ലേ അത്, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അതാണ്. ഓ, നമ്മളൊരു വ്യൂ നോക്കി, നീ പോർഷെ എന്നിട്ട് ഞാനിങ്ങനെ മുമ്പിൽ ഇരിക്കുന്നു, നീ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ. അപ്പൊ ഞാൻ എങ്ങനെ പൈസക്കാരനായി എന്നുള്ളതാണ് ഇത് അല്ല. ഒന്നാമതെന്ന് പറഞ്ഞാല് എൻ്റെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ഇതില്. ഇവർ ഭയങ്കര റിച്ചാണ്. ഞാനാണ് ഇവർക്ക് ഇതിനുള്ള പൈസ കൊടുത്തത്. ഇവർ ചെറുപ്പത്തിൽ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇവർക്ക് അത് കൊടുത്തിട്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതായത് 200 കോടി ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ചെറിയ കറക്ഷൻ, മറ്റേ ഗെയിം എന്ന് പറയാൻ പാടില്ല, സിറ്റി. ഓക്കെ സോറി. അപ്പോൾ സിറ്റിയിൽ ഞാൻ പണ്ട് ജീവിച്ചിരിക്കുന്ന പണ്ട് ജനിച്ച പാടുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുറേ പൈസ കൊടുത്തു. ആയിരിക്കും ഒരു 200-250 കോടിയോളം ഞാൻ ഷെയ്ക്കിനും ഈ പറഞ്ഞ ഉസ്മാന് ഇതെന്നെല്ലാം പറഞ്ഞ ഈ സൈഡുകളുണ്ടല്ലോ ഇവർക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പോയിട്ട് ഞാനൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾക്ക് എൻ്റെ 250 കോടി 5000 കോടിയായി. ഇപ്പം എൻ്റെ കയ്യിൽ ഇവരെല്ലാം എൻ്റെ അടിമകളാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 8000 കോടി ഉണ്ട്. ഇവിടെ ഏറ്റവും റിച്ച് ഞാനാണ് ഈ ഗെയിമില്. സിറ്റിയില് സോറി സിറ്റിയില്. അപ്പൊ വീടെല്ലാം എവിടെയാണ്? അല്ല എന്താ സിറ്റിയിൽ എവിടെ താമസം? സിറ്റിയില് ഞങ്ങൾക്ക് വീടുണ്ട് ഇവിടെ. ആണോ? ഫാമിലി വീടുണ്ട്. അതെ. പിന്നെ എന്താ ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്, നിന്റെ ജീവിത കഥകൾ എങ്ങനെയാണ്? എന്താണ് ജീവിതത്തിലെ ഇത്? എന്റെ ജീവിതം എന്ന് പറയുന്നത് അത്രക്ക് മോശമായ ജീവിതമൊന്നുമില്ല, പക്ഷെ അത്ര രസമൊന്നുമില്ല എന്റെ ജീവിതത്തില്. അതെന്താ രസക്കുറവ്? എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും അറിയാം. ഞാൻ കാരണം പറഞ്ഞിട്ടെ, നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ മനസ്സിലാക്കുന്നതുമായ ഒരാള് നിന്റെ കൂടെ ഇല്ല, അതല്ലേ? സത്യം. അതെ അതെ അതെ. അപ്പോ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ഹലോ, ആരാണ്? ബാലൻ പി നായർ. അത് പീഡകനല്ലേ? അല്ല ഒന്നുമില്ല. പറ, എന്ത് ചെയ്തു? ഇവിടെ ടിവിയിലെ മെമ്പറാ. ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫാമിലിയിൽ കയറിയതാ. ആർക്കത് ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞിട്ട് പോയതാ. ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയോ? മാറി. എത്ര വർഷമായി? റീസെന്റ് ആണ് ബ്രേക്ക് ആയത്. ഞാൻ പറയട്ടെ, നമ്മളൊരാളെ സ്നേഹിച്ചതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മള് അവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവർ നമ്മളെ തിരിച്ചും സ്നേഹിക്കണം. എന്നാലേ ഇത് നമുക്ക് ആ ഫീല് കിട്ടും. അല്ലാണ്ട് നമ്മളൊരാളെ ഇപ്പോൾ താരൻ്റെ ലൈഫിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ, താര ഒരുത്തനെ അനാഥമായി പ്രേമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഓന് അങ്ങനെ നിന്നെ പ്രേമിച്ചിട്ടില്ല. അതാണ് സംഭവിച്ചത്. എൻ്റെ കേസ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കുന്നു. എല്ലാവരെയും അല്ല, കുറച്ച് അങ്ങ് സ്പെഷ്യലായിട്ട് തോന്നുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. മനസ്സിലായോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആദ്യം സ്നേഹിക്കുന്ന എന്താ പറടാ ഓനെ വെച്ചൊന്നും സംസാരിക്കല്ല. ഓന് ഒരു ഇതാണ്, ഒരു പെണ്ണുപിടിയനാണ്. ഓനൊന്നായിട്ട് സംസാരിക്കല്ല. അല്ല, ഇവര് റേഡിയോയില് വിളിക്കുന്നുണ്ട്. കട്ടേയ്, കോള് കട്ടേയ്, സ്വിച്ച് ഓഫ് ആയി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ?
ആ കള്ളിയാന്ന് പറഞ്ഞോണ്ടിരുന്നത്. പള്ളി. ആ കള്ളി എന്തോ പറഞ്ഞോണ്ടിരുന്നു. ആ അതാ ലൈക്ക് ആദ്യം നമ്മൾ സ്നേഹിക്കുന്ന മുമ്പ് പറയും എനിക്ക് നിന്നെ ഞാൻ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിട്ടു പോകും. ഇല്ലില്ല, അത് ചില ആൾക്കാർ, അതെന്താ പറയാ, അത് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്, സിറ്റിയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. അല്ല എല്ലാരും അങ്ങനെ കുറ്റം പറയാൻ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ അങ്ങനെ കൂട്ടുകൂടരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ, സ്നേഹിക്കുന്ന ആളെ കൂടെ മാത്രമേ നമ്മൾ ഇതാക്കാൻ പറ്റൂ. പിന്നെ ഞാനൊരു സജഷൻ തരട്ടെ നിങ്ങൾക്ക്? എന്താ? ഈ പണ്ട് ലൈക്ക് എല്ലാവരുടെ അടുത്ത് നമ്മളുടെ കയ്യിലുള്ള പൈസയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ അസറ്റ്സിനെ കുറിച്ചോ പറയാൻ പാടില്ല. എന്റെ ഒപ്പീനിയൻ ആണത്. ബിക്കോസ് ഈ പൈസ കണ്ടിട്ട് വന്ന പെണ്ണാവട്ടെ പയ്യനാവട്ടെ അത് ലൈഫ് ലോങ് ഉണ്ടാവത്തില്ല നമ്മളുടെ കൂടെ. അത് സത്യാട്ടാ, അത് സത്യ, ഭയങ്കര ഒരു സത്യ. കണ്ട ആദ്യം തന്നെ ഇങ്ങനെ പൈസയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല എന്റെ അഭിപ്രായത്തിൽ. അതെ അതെ അതെ, അത് ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞേ അറിയോ? അത് കൊറേ പെമ്പിള്ളേർ അങ്ങനെ ഉണ്ട്. താരം അങ്ങനെയല്ല, അതെനിക്ക് മനസ്സിലായി. കൊറേ പെമ്പിള്ളേർ അങ്ങനെ ഉണ്ട്. എന്ത് പൈസ മാത്രം ഇതാക്കിയിട്ട് വരുന്ന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടാന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. താരം ഒരിക്കലും അങ്ങനെയല്ല. താരനെ പോലത്തെ ഒരു ലോയലായിട്ടുള്ളൊരു പെണ്ണിനെ ഞാൻ ഈ ഗെയിമിൽ വേറെ കണ്ടില്ല. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് താര കുറച്ച് എന്താ പറയുക റൂഡാന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിപ്പോയി. ഇപ്പം എനിക്കത് മാറി. ചെറുങ്ങനെ ഒരു എനിക്ക് തോന്നിപ്പോയി പെട്ടെന്ന്. ഇപ്പാന്ന് അടുത്തറിഞ്ഞാൽ എനിക്ക് മനസ്സിലായ താര ഒരു പ്യുവർ സോളാന്നുള്ള കാര്യം. അപ്പൊ താരക്ക് തിരക്കുണ്ടോ? ഇതാരാന്ന് ബാക്കില്? ആ ഷെയ്ക്കും നാറുകളും അല്ല അവിടെ കാണുന്നത്. ഇവന്മാരെന്താ ഇടാ? ആ ഷെയ്ക്കും ഉസ്മാനെല്ലാം കൂടിയിട്ട് എന്താ ഇടാ വന്നിട്ടുള്ളത്? ഒറ്റ മിനിറ്റ് താര, ഞാൻ ഇപ്പം വരാം. എന്തിനാ ഇടാ വന്നിട്ട്? ഞാൻ ഓളുമായിട്ട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കല്ലേ ഇന്ന്. ഞങ്ങളിവിടെ മേലല്ലേ? മേലെന്തിന്? ഏത് ഇയാളല്ല പോലീസാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് വരെ കുളിസിയും പിടിക്കാൻ വേണ്ടി വന്ന പോലെ വന്നിട്ടുണ്ടല്ലോ ഈ പോലീസുകാരൻ. പ്രൊട്ടക്ട് ചെയ്യണ്ടടാ നാറി, നിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ആവശ്യമില്ല. പോടാ നാറി, നിനക്ക് ആവശ്യമുണ്ടെ പോയിട്ട് മൂഞ്ചി. എന്ത് വിഷയം? ഒരു വിഷയമില്ല. വിട്ടോ നിങ്ങളെല്ലാം പോയിക്കോ. താര ഇത് എന്താന്ന്? എനിക്ക് ഈ ക്രൗഡ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ ആൾക്കാർ കൂടുന്നത് ഇഷ്ടമല്ല. എടാ മോനെ, ഇത് ഏതാ ഗ്യാങ് അറിയോ? ഇത് ഇപ്പുറമുള്ളത് TVA, അപ്പുറമുള്ളത് KVA. ഈ റോട്ടുമ്മേ ഒരു 25 ഗ്യാങ്ങിന്റെ ഹൗസ് ഉണ്ട്. നീ ഇവിടെ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ആരാ പ്രൊട്ടക്ഷൻ? ഓ അത് ശരി. അപ്പൊ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നതാ? മനസ്സിലായോ? ഇവിടെ ഒരു വൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും. അതെ അതെ, താങ്ക് യു ഡബ്ല്യു ഷെയ്ക്ക്. താങ്ക് യു. ഇതെന്താ? അത് കൊള്ളാം. താര നമുക്ക് പോയാലോ? നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം. കോഫി കുടിക്കാൻ പോവാ. താര കോഫി കുടിക്കാൻ പോവാ. കോഫി കുടിക്കാൻ പോവാ. പോടാ കുണ്ടന്മാരെ. ഓക്കെ ഞാൻ ഇല്ല, ഞാൻ ഓടിക്കുന്നില്ല, ഞാൻ വെറുതെ. ഓക്കെ, ഞാൻ കേറുന്നുണ്ടേ. ഓക്കെ പോവാ നമുക്ക്.